أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يعدكم أنكم إذا متم وكنتم ترابا وعظاما أنكم مخرجون. هيهات هيهات لما توعدون. إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1112 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 35 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയഅദുകും അന്നകും ഇദാ മിത്തും വകുൻതും തുറാബൻ വഇളാമ അന്നകും മുഖ്റജൂൻ. هيهات هيهات لما توعدون. إن هي إلا حياتنا الدنيا نموت ونحيا وما نحن بمبعوثين. إن هو إلا رجل افترى على الله كذبا وما نحن له بمؤمنين. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 35 മുതൽ 38 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാമിന്റെ കാലശേഷം പ്രളയത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയ ആ സമൂഹത്തിന്റെ പിന്മുറക്കാര് ഒരു സമൂഹമായി വളർന്നു വന്ന ഘട്ടത്തില് അവരിലേക്ക് അല്ലാഹു ഒരു ദൂതനെ അയക്കുകയുണ്ടായ കാര്യമാണ് ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളിൽ പരാമർശിക്കപ്പെടുകയുണ്ടായത്. ആ ദൂതൻ ആദ് സമൂഹത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഹൂദ് അലൈഹിസ്സലാമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഖുർആൻ ഇവിടെ പേര് പരാമർശിക്കുന്നില്ലെങ്കിലും സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത് നൂഹ് അലൈഹിസ്സലാമിന്റെ തുടർച്ചയായി പിൽക്കാലത്ത് നൂഹ് അലൈഹിസ്സലാമിന് ശേഷം രൂപപ്പെട്ടു വന്ന പരാമർശ വിധേയമായ ആ സമൂഹം വിശുദ്ധ ഖുർആനിൽ പലയിടത്തും ആദ് സമൂഹം എന്ന പേരിൽ പരാമർശിക്കുന്ന അതേ വിഭാഗം തന്നെയാണ് എന്നതാണ്. മറ്റ് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ളത് അത് സമൂദ് സമൂഹമാണ്. സ്വാലിഹ് അലൈഹിസ്സലാമിനെ നിയോഗിച്ചയച്ചിട്ടുണ്ടായിരുന്ന ഏതൊരു സമൂഹമായിരുന്നോ ആ സമൂഹത്തെയാണ് ഇവിടെ പരാമർശിക്കുന്നത് എന്ന നിലയ്ക്കൊരു വായനയുണ്ട്. പക്ഷെ അത് ബാലിശമായ ഖുർആൻ തന്നെ ശ്രദ്ധാപൂർവം വായിച്ചാൽ നമുക്കത് തെറ്റായൊരു ആശയരൂപീകരണമാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനമാണത്.
അപ്പൊ ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന സമൂഹം ആദ് സമൂഹവും ഇവിടെ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന പ്രവാചകൻ ഹൂദ് അലൈഹിസ്ലാമും ആവാനാണ് ഏറ്റവും ഏറെ സാധ്യതയുള്ളത്. ആ ഒരു ധാരണയിലാണ് നമ്മൾ ഈ തുടർന്നുള്ള ആയാത്തുകൾ പഠന വിധേയമാക്കുന്നത്. അപ്പോ ഇവിടെ പരാമർശിക്കപ്പെട്ട കാര്യം നൂഹ് അലൈഹിസ്ലാമിന്റെ കാലശേഷം മറ്റൊരു തലമുറയെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു. അവരിലേക്ക് അള്ളാഹു ദൈവിക ദൗത്യം നിർവഹിക്കാനായിട്ട് ഒരു പ്രവാചകനെ നിയോഗിച്ചയച്ചു. ആ പ്രവാചകൻ അവരോട് നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെട്ടവരായി മാറുക, അവനല്ലാതെ മറ്റൊരു ഇലാഹും നിങ്ങൾക്കില്ല, നിങ്ങൾ തഖ്വ ഉള്ളവരായിരിക്കണം എന്നാണ് ആ സമൂഹത്തോടായിട്ട് പറയുകയുണ്ടായത്. അപ്പൊ നാട്ടിലെ പ്രമാണിമാര്, ആ പ്രമാണിമാരുടെ ഒരു പ്രത്യേകത, അവര് സത്യനിഷേധത്തിന്റെ മാർഗത്തിലാണ് ഉറച്ചു നിൽക്കുന്നത്. ഹൂദ് അലൈഹിസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ട വിധത്തിൽ ചെവിക്കൊടുക്കാത്തവരാണ്. പാരത്രിക ജീവിതം എന്ന അള്ളാഹുവുമായുള്ള കൂടിക്കാഴ്ചയുടെ ഒരു അവസരം വരാനിരിക്കുന്നു എന്നതിനെ നിഷേധിക്കുന്നവരാണ്. മൂന്നാമതായി അള്ളാഹു വളരെയേറെ സുഖാഡംബരങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു കൂട്ടരുമായിരുന്നു. അങ്ങനെയുള്ള പ്രമാണിമാർ, ഈ മൂന്ന് പ്രത്യേകതകൾ ഒത്തിണങ്ങിയിട്ടുണ്ടായിരുന്ന നാട്ടിലെ പ്രമുഖരായ ആളുകൾ, അവര് പറഞ്ഞത് മാ ഹാദായില്ല ബഷറും മിസ്ലുക്കും, ഇത് ഇപ്പോ വന്നിരിക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ്. നിങ്ങൾ തിന്നുന്ന പോലെ ഉള്ളതൊക്കെയും അവൻ തിന്നുന്നു, നിങ്ങൾ കുടിക്കുന്നത് പോലെയുള്ളതൊക്കെയും അവനും കുടിക്കുന്നു. നിങ്ങളിൽ നിന്ന് ഒരു നിലക്കും വ്യത്യസ്തനല്ല ഈ വന്നിരിക്കുന്നവൻ. അതുകൊണ്ട് ഇങ്ങനെ ഒരു സാധാരണ മനുഷ്യനെയാണ് നിങ്ങൾ പിൻപറ്റാൻ പോകുന്നത്, അനുസരിക്കാൻ പോകുന്നത് എങ്കിൽ നിങ്ങൾ വല്ലാത്ത നഷ്ടകാരികളാകാൻ പോവുകയാണ്. കാരണം നിങ്ങൾ വലിയ അബദ്ധം ഏറ്റുപറഞ്ഞ് അതിനു വേണ്ടി പലതും ത്യജിക്കാൻ വേണ്ടിയൊക്കെ മുതിരുകയാണ്. യഥാർത്ഥത്തില് നിങ്ങൾ വലിയ നഷ്ടമാർഗത്തിലേക്കാണ് നീങ്ങുന്നത് എന്നതാണ് നാട്ടിലെ പ്രമാണിമാര് പറഞ്ഞത്. അവരുടെ സംസാരത്തിന്റെ സ്വരം, നാട്ടിന്റെ കാര്യങ്ങളൊക്കെ കൈകാര്യകർത്താക്കളായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, എല്ലാം വേണ്ട വിധത്തില് സമാധാനപൂർവം ഇവിടെ മേൽനോട്ടം വഹിച്ച് ഞങ്ങളിവിടെ ഇവിടുത്തെ കൈകാര്യകർത്താക്കളായിട്ട് നിലകൊള്ളുന്നുണ്ട്. അതില് ഇടങ്കോലിട്ടുകൊണ്ട് ഇവിടുത്തെ സ്വൈരജീവിതം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോ ഒരാൾ വന്ന് താൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ദൂതന് ചെവിക്കൊടുത്തുകൊണ്ട് നിങ്ങളിവിടെ അരാജകത്വം സൃഷ്ടിക്കാൻ മുതിരുകയാണെങ്കിൽ, അയാൾ പറയുന്ന വിധത്തിലുള്ള സംസാരം, ആ കാര്യത്തിന് ചെവിക്കൊടുത്ത് അത് കേട്ടനുസരിച്ചുള്ള ഒരു നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാട്ടിൽ അരാജകത്വം ഉണ്ടാകും, കുഴപ്പമുണ്ടാകും, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് അതുകൊണ്ട് ആത്യന്തികമായിട്ട് വലിയ നഷ്ടം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഞങ്ങളാണ് നാട്ടിന്റെ സുസ്ഥിരത നിലനിർത്തുന്നത്, ഇവിടുത്തെ അധികാര സംവിധാനവും ഭരണനിർവഹണവും അതുപോലെ ഇവിടുത്തെ ശാന്തി സമാധാനവും ഒക്കെ, അതിനൊക്കെ ഞങ്ങളാണ് ഉത്തരവാദികൾ. അതിന് ഏറ്റവും യോഗ്യരായത് ഞങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾക്കും അറിയുന്ന ഒരു കാര്യമാണല്ലോ എന്ന്. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരൊക്കെ പലപ്പോഴും പല രാഷ്ട്രീയ സംഘടനകളും പൊള്ളയായ അവകാശവാദങ്ങൾ നടത്താറുള്ളത് പോലെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പ്രമാണിമാരും പറയുന്നത്. അതുകൊണ്ട് ഇപ്പോ നിങ്ങളിലേക്ക് താൻ ദൈവിക ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്ന ഇയാളെ, അയാൾ വെറും സാധാരണ മനുഷ്യനാണ്. നിങ്ങൾ കുടിക്കുന്ന പോലെയുള്ളത് കുടിക്കുന്നു, നിങ്ങൾ തിന്നുന്നത് പോലെയുള്ളതൊക്കെ തിന്നുന്നു, നിങ്ങളെ പോലെയൊക്കെ ജീവിക്കുന്നു, വെറും സാധാരണ മനുഷ്യൻ. അങ്ങനെ ഒരു സാധാരണ മനുഷ്യനെയാണ് നിങ്ങൾ പിൻപറ്റാൻ പോകുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് നാട്ടിലെ ഭരണവർഗം, അധികാരി വർഗം, വരേണ്യവർഗം അല്ലെങ്കിൽ നാട്ടിലെ പ്രമാണിമാര് ജനങ്ങളോടായിട്ട് പറയുകയുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ തുടർച്ച, ആ സംസാരത്തിന്റെ തുടർച്ച,
നാട്ടിലെ സാധാരണ ജനങ്ങളോട് ഈ പ്രമാണിമാര്, ഭരണവർഗം, അധികാരി വർഗം പറയുന്ന സംസാരത്തിന്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിലായിട്ട് വരുന്നത്. നമുക്ക് ആ ആയാത്തുകളൊന്ന് ശ്രദ്ധാപൂർവം വായിക്കാൻ ശ്രമിക്കാം. അയഴുതുക്കും അന്നക്കും ഇതാമിത്തും വകുന്തും തുറാബം വഴിലാമ അന്നക്കും മുഖ്റജൂൻ. ഇവരൊരു ചോദ്യരൂപത്തിലാണ് നാട്ടുകാരോട്, ജനങ്ങളോട് ഈ കാര്യം ഉന്നയിക്കുന്നത്. അയഴുതുക്കും, അല്ല ഇയാളിപ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്ത് തരം താക്കീതോ വാഗ്ദാനമോ ഒക്കെയാണ് ഇയാൾ നൽകുന്നത്? അന്നക്കും ഇതാമിത്തും വകുന്തും തുറാബം വഴിലാമൻ, നിങ്ങൾ മരിച്ചിട്ട് മണ്ണും എല്ലും ഒക്കെയായി മാറിയതിനു ശേഷം, അങ്ങനെയൊക്കെ ആയി മാറിയതിനു ശേഷം അന്നക്കും മുഖ്റജൂൻ, നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും, പുറത്തു കൊണ്ടുവരപ്പെടും എന്നാണോ ഇപ്പൊ ഇയാൾ പറയുന്നത്? നിങ്ങളോട് താക്കീതുകാരനായിട്ട് ഒരാൾ വന്ന് ചില കാര്യങ്ങളൊക്കെ പറയുകയാണല്ലോ. എന്താണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ആകത്തുക? നിങ്ങളുടെ ഈ ഭൗതിക ലോകത്തെ ജീവിതം കഴിഞ്ഞ് നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ മരണശേഷം നിങ്ങൾ എല്ലും മണ്ണുമായി മാറും. നിങ്ങളുടെ ശരീരമൊക്കെ ദ്രവിച്ച് മണ്ണിന്റെ ഭാഗമായി അലിഞ്ഞു ചേർന്നിട്ടുണ്ടാകും. പിന്നെ അവശേഷിക്കുന്ന കുറച്ച് എല്ലിന്റെ കഷ്ണങ്ങൾ മാത്രമായിരിക്കും. അപ്പൊ ഈ എല്ല് കഷ്ണങ്ങളും നിങ്ങളുടെ ശരീരം ദ്രവിച്ച് മണ്ണായി മാറിയിട്ടുള്ള ഈ മൺപുറ്റും ഇങ്ങനെ ആയി മാറിയതിനു ശേഷം നിങ്ങൾ വീണ്ടും അന്നക്കും തുഖ്റജൂൻ, നിങ്ങൾ പുറത്ത് കൊണ്ടുവരപ്പെടും എന്നതാണോ? അല്ലെങ്കിൽ അന്നക്കും മുഖ്റജൂൻ, നിങ്ങൾ പുറത്ത് പുനർജീവിപ്പിക്കപ്പെട്ടുകൊണ്ട് വെളിയിൽ കൊണ്ടുവരപ്പെടുന്നവരാണ് എന്നാണോ ഇവർ പറയുന്നത്, ഇദ്ദേഹം പറയുന്നത്? എന്ന് പറഞ്ഞാൽ മരണശേഷം നിങ്ങൾ മണ്ണും എല്ലുമായി മാറിയതിനു ശേഷം നിങ്ങൾ വീണ്ടും ജീവനുള്ള അവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരപ്പെടും എന്നാണോ ഈ ആള് നിങ്ങളോട് പറയുന്നത്? ഇതാണ് അവര് ചോദിക്കുന്ന ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോ ഒരു പരിഹാസത്തിന്റെ ധ്വനി അതിലുണ്ട്. വളരെ അസാധ്യമായ ഒരു സംഗതി, ഒരിക്കലും ഉണ്ടാകുമെന്നതിന് നമ്മുടെ കയ്യിലൊന്നും ഒരു തെളിവുമില്ലാത്ത ഒരാൾ പോലും അങ്ങനെ മരിച്ചു പോയിട്ട് മണ്ണും എല്ലുമായി മാറിയതിനു ശേഷം ജീവനുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വന്നതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. എന്നിട്ട് അങ്ങനെ ഒരു സംഗതി പറഞ്ഞുകൊണ്ടാണ് ഈ ഒരുവൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നത്. ഇതാണോ അവൻ പറയുന്ന കാര്യം? അപ്പോ അങ്ങനെയെങ്കിൽ ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ. ഹൈഹാത്ത് എന്നുള്ളത് അറബിയിലെ ഒരു ഇന്റർജെക്ഷൻ ആണ്. ഇംഗ്ലീഷിലെ വേർഡ് ക്ലാസ്സസ് പറയുമ്പോൾ നമ്മളൊരു വിഭാഗം വാക്കുകളെ കുറിച്ച് ഇന്റർജെക്ഷൻ എന്ന് പറയാറുണ്ട്. ഒരു പ്രത്യേക ഇമോഷൻ പ്രകടിപ്പിക്കുന്ന ഒരു വാക്ക്. വാചകഘടനയുമായിട്ട് അതിന് വലിയ ബന്ധമൊന്നും ഉണ്ടാവില്ല. നമ്മളെ സന്തോഷം പ്രകടിപ്പിക്കാൻ, അവിശ്വാസം പ്രകടിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്നുള്ള ഷോക്ക് ഒക്കെ പ്രകടിപ്പിക്കാനൊക്കെയുള്ള എല്ലാ ഭാഷയിലും അങ്ങനെയുള്ള വാക്കുകൾ ഉണ്ടാവാറുണ്ട്. അത് വാചകഘടനയിൽ അതിന്റെ ഭാഗമായിട്ട് വരാറില്ല. അത് വേറിട്ട് നിൽക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഇവിടെ ഹൈഹാത്ത് എന്ന് പറഞ്ഞ വിദൂരം എന്നാണ് അതിന്റെ ആശയം മുഫസ്സിറുകൾ അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റേഴ്സ് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സമാനമായ ഒരു ആശയം തന്നെയാണ് അത് നൽകുന്നത്. ഹൈഹാത്ത് ഹൈഹാത്ത്, വളരെ വിദൂരം കേട്ടോ, വളരെ വിദൂരം. നിങ്ങളോട് ഈ പറയപ്പെടുന്ന ഈ സംഗതി സംഭവിക്കുമെന്നത് വിദൂരസ്ഥമായിട്ട് പോലും സത്യമായി പുലരാനുള്ളതല്ല. ഇതാണ് ഈ ആളുകള്, പ്രമാണിമാര് നാട്ടിലെ സാധാരണ ജനങ്ങളോട് പറയുന്നത്. ഇപ്പോ ദൈവത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്ന ഒരാള്, അയാൾ പറയുന്നതിന്റെ ചുരുക്കം ഇപ്പൊ നിങ്ങൾ മരിച്ച് മണ്ണും എല്ലുമായി മാറിയതിനു ശേഷം നിങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും എന്നതാണല്ലോ. അതൊക്കെ വളരെ വിദൂരസ്ഥമായ ഒരു സംഗതിയാണ്. അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതൊക്കെ ഓരോരുത്തര് അങ്ങനെ അവർക്ക് വായിൽ തോന്നുന്ന അങ്ങ് പറയുക എന്നല്ലാതെ യാഥാർത്ഥ്യമായി പുലരാനുള്ള ഒരു കാര്യമേ അല്ല. യാഥാർത്ഥ്യവുമായിട്ട് അതിന് വിദൂരമായ ബന്ധം പോലും ഇല്ല എന്ന നിലക്കാണ് ഈ പ്രമാണിമാര് സാധാരണ ജനങ്ങളോട് അതിനെക്കുറിച്ച് പറയുന്നത്.
ഹൈഹാത്ത ഹൈഹാത്ത ലിമാ തുഅദൂൻ, നിങ്ങൾ താക്കീതായിട്ട് അറിയിക്കപ്പെട്ടിരിക്കുന്ന കാര്യം വളരെ 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 അസംഭവ്യമായ, വളരെ വളരെ വിദൂരസ്ഥമായ ഒരു കാര്യമാണ് കേട്ടോ. അതൊക്കെ ഉള്ളതാണെന്ന് കരുതിയിട്ട് നിങ്ങൾ വെറുതെ മടയന്മാരാവേണ്ടതില്ല എന്നാണ് പ്രമാണിമാര് പ്രതികരിക്കുന്നത്. ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ നമൂതു വനഹിയ വമാ നഹ്നു ബിമബ്ഊസീൻ. തുടർന്ന് ഈ പ്രമാണിമാര് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, നമ്മുടെ ഈ ജീവിതം ഉണ്ടല്ലോ, അത് ഈ ദുനിയാവിലുള്ള ഒരു ജീവിതം തന്നെ ഉള്ളൂ. അതിന് മുമ്പ് ഒരു ജീവിതമോ ഇനി അതിന് ശേഷം വേറൊരു ജീവിതം അങ്ങനൊന്നുമില്ല. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന കാര്യമാണ്. ഇൻഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ഈ ഭൗതിക ലോകത്തുള്ള ജീവിതം മാത്രമേ ഒരു ജീവിതം എന്നുള്ള നിലക്കുള്ളൂ. അതിനുശേഷം വേറൊരു ജീവിതമില്ല. സംഭവിക്കുന്ന നമൂത്തു വനഹിയ, നമ്മൾ മരിക്കുന്നു, നമ്മൾ ജീവിക്കുന്നു. അതിവിടെ നടക്കുന്ന ഒരു കാര്യം മാത്രമാണ്. ഇവിടെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നടക്കുന്ന രണ്ട് കാര്യങ്ങൾ, ജീവിക്കുന്നു എന്നതും മരിക്കുന്നു എന്നതും ഇവിടെ അങ്ങ് തീരുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം മറ്റൊന്ന് നിങ്ങൾക്കായിട്ടില്ല. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ഒരു നിലക്കും പുനരുജ്ജീവിപ്പിക്കപ്പെടാനേ പോകുന്നില്ല. ഇവിടം കൊണ്ട് അതങ്ങ് ഒടുങ്ങിത്തീരും. അത്രയേ ഉള്ളൂ. വെറുതെ നിങ്ങളെ വഞ്ചിതരാക്കാൻ വേണ്ടി ഇങ്ങനെ ദൈവത്തിന്റെ ദൂതൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് വന്ന് നിങ്ങളെ പറഞ്ഞു പറ്റിക്കുകയാണ്. വമാ നഹ്നു ലഹു വമാ നഹ്നു ബിമബ്ഊസീൻ എന്നാണ് തുടർന്ന് അവർ പറയുന്നത്. ഞങ്ങള് വീണ്ടും പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്നേ ഇല്ല. ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറ അലല്ലാഹി കദിബ. തുടർന്ന് അവർ പറയുന്നത് ഇൻ ഹുവ ഇല്ലാ റജുലുൻ, ഈ കാര്യം നിങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്ന ഈ മനുഷ്യനുണ്ടല്ലോ, അയാള് ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജമായിട്ട് ഓരോന്ന് ചമച്ചുണ്ടാക്കി പറയുക മാത്രമാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരുത്തനാണ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം ചമച്ച് പറയുന്ന ഒരുവൻ മാത്രമാണ് ഇയാള്. വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ, നമ്മളാരും അയാളിൽ വിശ്വസിക്കാനേ പോകുന്നില്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ സാധാരണ ജനങ്ങൾ എന്ത് ചെയ്യണം എന്ന കാര്യം കൂടി നമ്മൾ അങ്ങ് തീരുമാനിച്ചിരിക്കുന്നു എന്ന ധാർഷ്ട്യത്തോടു കൂടിയാണ് ഈ പ്രമാണിമാര് സംസാരിക്കുന്നത്. ആദ്യമൊക്കെ നിങ്ങൾ എന്ന് പറഞ്ഞിരുന്ന ഈ ഇപ്പോ നമ്മള് എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂടി തങ്ങളുടെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ, ഞങ്ങള് ബുദ്ധിയും വിവേകവും പക്വതയും ലോകപരിചയവും ഒക്കെ ഉള്ള ഈ പ്രമാണിമാര് തീരുമാനിക്കുന്നത് തന്നെയാണ് നിങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് ഞങ്ങളുടെ തീരുമാനം ഈ വന്നിരിക്കുന്ന ദൂതനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന ആളെ വിശ്വസിക്കാതിരിക്കാനാണ്. അത് തന്നെയാണ് നിങ്ങളും ചെയ്യാൻ പോകുന്നത്, നിങ്ങളും ചെയ്യേണ്ടത് എന്ന നിലക്കാണ് അവരുടെ സംസാരം. അപ്പൊ ഇൻ ഹുവ ഇല്ലാ റജുലുൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ പേരിൽ വ്യാജം ചമച്ചുണ്ടാക്കിയ ഒരുത്തൻ, ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് ഇയാള്. വമാ നഹ്നു ലഹു ബിമുഅ്മിനീൻ, നമ്മളാരും അവനിൽ വിശ്വസിക്കാനേ പോകുന്നില്ല. അവൻ പറയുന്നത് നേരാണെന്നുള്ള നിലക്ക് ശ്രദ്ധ കൊടുത്ത് അവൻ പറയുന്ന അനുസരിച്ച് ചെയ്യുക എന്നുള്ള ഒരു സംഗതിയിലേക്ക് നമ്മളാരും പോകുന്നില്ല എന്നാണ് ഈ പ്രമാണിമാര് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ പ്രമാണിമാരെ കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണ ജനങ്ങളും എന്താണ് തീരുമാനിക്കേണ്ടത് എന്നത് പരോക്ഷമായിട്ട് അവരിവിടെ ഈ സാധാരണ മനുഷ്യരെ അറിയിക്കുകയാണ്. ഒരു ദൂതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് മരണാനന്തരം അതിനുശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടൽ ഇങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞു പറ്റിക്കുന്നുണ്ട്. അതൊന്നും നിങ്ങൾ ചെവി കൊടുക്കണ്ട. അതൊക്കെ വെറും പൊള്ളയായ വർത്തമാനമാണ്. അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറഞ്ഞുണ്ടാക്കുകയാണ് ഇയാൾ. ദൈവത്തിന്റെ പ്രതിനിധി എന്ന് പറയുന്നത് കള്ളമാണ്. മരണശേഷം ഒരു പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്ന കാര്യം അതും കള്ളമാണ്. ഇതൊക്കെ നിങ്ങളോട് കള്ളം പറഞ്ഞ് നിങ്ങളെ വഞ്ചിതരാക്കിക്കൊണ്ട് നിങ്ങളെ ചേർത്ത് പിടിക്കുന്നത് എന്തിനു വേണ്ടിയാണ് അയാള്? ഇവിടെ വലിയ അരാജകത്വം ഉണ്ടാക്കാനാണ്. ഇവിടെ വലിയ നാട്ടിൽ വലിയ കുഴപ്പമുണ്ടാക്കിയിട്ട് ഇവിടുത്തെ അധികാരം കൈയാളുന്നവരെ സ്ഥാനഭ്രഷ്ടരാക്കി അവർക്ക് അധികാരം പിടിച്ചെടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു കുറുക്കു വഴിയായിട്ട് മാത്രമാണ് അവർ ഈ ഏർപ്പാടുമായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ തീരുമാനം ഇവനിൽ
വിശ്വസിക്കേണ്ട എന്നതാണ്. ഞങ്ങളുടെ മാത്രമല്ല, നിങ്ങളുടെ കൂടി തീരുമാനം അത് തന്നെയാണ് എന്ന നിലക്കാണ് ഈ പ്രമാണിമാര് സംസാരിക്കുന്നത്. അപ്പോ 3 ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. ഹൂദ് അലൈഹിസ്സലാം ആദ് സമൂഹത്തിലേക്ക് അള്ളാഹുവിന്റെ ദൂതനായി കടന്നു വന്നതിനെ തുടർന്നുണ്ടായ ആ രംഗങ്ങളാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്. ആ വിവരണം നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളോടെ അവസാനിക്കുന്നില്ല. ഏതാനും ആയത്തുകൾ കൂടി ഇതിന്റെ ബാക്കി ചരിത്ര സംഭവങ്ങൾ വ്യക്തമാക്കപ്പെടുന്ന വിധത്തിൽ ഏതാനും ആയത്തുകൾ കൂടി തുടർന്ന് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ദിവസങ്ങളിൽ ആ ബാക്കി ഭാഗം പഠന വിധേയമാക്കും. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.